എല്ലാവരും നിസ്സഹായരായിരിക്കുന്ന ഒരവസ്ഥ മറ്റൊന്നുമല്ല, ഇവരുടെ ഒരു പ്രശ്നമാണ്. കാരണം ഈ അങ്ങോട്ടേക്ക് എത്തിച്ചേരാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ട് എന്നുള്ളത് തന്നെയാണ്. അവിടെ ഏകോപനം നടത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഏകോപനത്തിലൂടെ മാത്രമായിരിക്കും ഇനി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം മരണം 19 ആയിട്ടുണ്ട്. 100 കണക്കിന് ആളുകൾ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുണ്ട്. അവരിൽ ചിലരുടെ സ്ഥിതി ഗുരുതരമാണ് എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ആശുപത്രികളിലടക്കം ആളുകളെ കൊണ്ട് നിറയുന്ന സാഹചര്യമുണ്ട്. ഒപ്പം പല മേഖലകളും ഒറ്റപ്പെട്ടിട്ടുണ്ട്. പല ആളുകളും ഈ എസ്റ്റേറ്റുകളിലടക്കം ഒറ്റപ്പെട്ട നിലയിൽ കഴിയുന്ന സാഹചര്യം ഉണ്ട്. അങ്ങനെ പലതരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. ഏകോപനം ഉണ്ടായാൽ പോലും നമുക്ക് അങ്ങോട്ടേക്ക് എത്തിപ്പെടാനൊക്കെയുള്ള പരിമിതികളിലാണ്. നേരത്തെ ഷബീറൊക്കെ പറയുകയായിരുന്നു, പലവിധ സഹായങ്ങൾ അഭ്യർത്ഥിച്ചുള്ള ഫോൺ കോളുകൾ വരുന്നു, സന്ദേശങ്ങൾ വരുന്ന സാഹചര്യം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. ഒരുപാട് സഹായങ്ങൾ അവിടെ ആവശ്യമുണ്ട്. ഭക്ഷണ സാധനങ്ങൾ വേണം, വെള്ളം വേണം, താമസിക്കാൻ സ്ഥലം വേണം, ഈ രക്ഷാപ്രവർത്തനം നടത്താനുള്ള ആളുകളെ വേണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ ആവശ്യമായി വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനിയുള്ള മണിക്കൂറുകൾ അതിനുള്ളതാണ്. പക്ഷേ അപ്പോഴും ദുരന്തത്തിൻ്റെ ഒരു വ്യാപ്തി നമ്മൾ കുറച്ചുകൂടി വ്യക്തമാക്കേണ്ട സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ്. അത് സർക്കാരിന് പോലും, സർക്കാർ സംവിധാനങ്ങൾക്ക് പോലും ഒരു തരത്തിലും അത് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് ഒരു ചെറിയ പ്രശ്നമായി അവശേഷിക്കുന്നത്. കാരണം ആ വ്യാപ്തിയിലേക്ക് കടക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. അത്രത്തോളമാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നതും പ്രധാനമാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് കുത്തി ഒലിച്ചു വരുന്ന ഈ വലിയ വെള്ളത്തിൻ്റെ ഒരു അളവാണ്. 3 ഉരുൾപൊട്ടലാണ് ഇതിനകം സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. മേപ്പാടി ആശുപത്രിയിൽ മാത്രം 70ഓളം പേർ ചികിത്സയിലുണ്ട് എന്ന് പറയുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ രക്ഷാപ്രവർത്തനത്തിനായി സൈന്യം അവിടേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. കുനൂറിൽ നിന്ന് 2 ഹെലികോപ്റ്ററുകളും അവിടെ ദുരന്ത സ്ഥലത്തിന് സമീപത്ത് എത്തിയിട്ടുണ്ട്. അവർ അവിടുത്തെ സാധ്യതകൾ പരിശോധിക്കുകയാണ്. അഗ്നിരക്ഷ, സിവിൽ ഡിഫൻസ്, എമർജൻസി, NDRF, ലോക്കൽ എമർജൻസി റെസ്പോൺസ് ടീം എന്നിവരുടെ 250 അംഗ സംഘം ചൂരൽമലയിൽ ഉണ്ട് എന്നുള്ളതാണ്. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ വയനാട്ടിലേക്കുള്ള KSRTC ബസ് സർവീസുകൾ ഇതിനകം നിർത്തിവെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ആ ചുരത്തിലൊക്കെ ഗതാഗത കുരുക്കുകൾ ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കുന്നുണ്ട്. കാരണം ദുരന്ത മേഖലയിലേക്കുള്ള സാധന സാമഗ്രികളൊക്കെ എത്തിക്കേണ്ടി വരും. 400ഓളം കുടുംബങ്ങളെക്കുറിച്ചാണ് നമുക്ക് കുറച്ചുകൂടി വ്യക്തത വരാനുള്ളത്. അതിൽ എത്ര പേർ രക്ഷപ്പെട്ടിട്ടുണ്ട്, എത്ര പേർ ഒറ്റപ്പെട്ട രീതിയിലുണ്ട് എന്ന കാര്യമൊക്കെ അറിയണം. സൈന്യം ഈ മുണ്ടക്കൈ അട്ടമല പ്രദേശത്തേക്ക് ഒരു താൽക്കാലിക പാലം നിർമ്മിക്കാനുള്ള നീക്കത്തിലാണ് എന്ന് മനസ്സിലാകുന്നു. അവിടെ പാലം നിർമ്മിച്ച ശേഷമായിരിക്കും സൈന്യം അവിടെ എത്തി കാര്യങ്ങൾ ഏകോപിപ്പിക്കുക എന്നുള്ളതാണ്. കോഴിക്കോട് സമാനമായ സ്ഥിതിഗതികളുണ്ട്. പല സ്ഥലങ്ങളിലും ഉരുൾപൊട്ടലുണ്ടാകുന്നുണ്ട്. മഞ്ഞച്ചീളി, മാടഞ്ചേരി, പാനൂം ഭാഗങ്ങളിലും ഉരുൾപൊട്ടൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒട്ടേറെ വീടുകൾ തകർന്നു. വിലങ്ങാട് ടൗണിൽ വെള്ളം കയറി. പല പുഴകളിൽ ജലനിരപ്പ് ഉയരുന്നു. ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. NDRF സംഘം അവിടെ 2ാമത്തെ സംഘവും അവിടെ എത്തി എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഓരോ തലത്തിലുമുള്ള ഊർജിതമായ രക്ഷാപ്രവർത്തനം. ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നത്, ഈ മരിച്ചവരുടെ കുടുംബത്തിന് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ള വിവരവും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. മരിച്ചവരുടെ കുടുംബത്തിന് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും താൽക്കാലിക സഹായമായി പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാജ്യസഭയിൽ P. സന്തോഷ് കുമാർ MP അടിയന്തര പ്രമേയമായി ഈ വിഷയം പരിഗണിക്കണം എന്നാവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ക്ലിഫ് ഹൗസിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സാന്നിധ്യത്തിൽ റവന്യൂ മന്ത്രിയും മറ്റ് മന്ത്രിമാരും പങ്കെടുത്ത പ്രത്യേക യോഗം ചേർന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പാർലമെന്റ് നിർത്തിവെച്ച്, സഭ നിർത്തിവെച്ച് വിഷയം അടിയന്തരമായി ചർച്ച ചെയ്യണമെന്ന് KC വേണുഗോപാൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. 250 അംഗ സംഘം ഇതിനകം ചൂരൽമലയിൽ ഉണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അതിൽ അഗ്നിരക്ഷാ സേനയുണ്ട്, സിവിൽ ഡിഫൻസ് ഉണ്ട്, NDRF സംഘമുണ്ട്, ലോക്കൽ എമർജൻസി റെസ്പോൺസ് ടീം എന്നിവരുൾപ്പെടുന്ന സംഘമാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. NDRFിൻ്റെ കൂടുതൽ ടീമിനെ അവിടെ എത്തിക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. നിലമ്പൂർ പോത്തുകലിൽ നിന്ന് നിരവധി മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ 5 വയസ്സ് തോന്നുന്ന ഒരു കുട്ടിയുടെ മൃതദേഹമുണ്ട്, ഒരു സ്ത്രീയുടെ മൃതദേഹമുണ്ട് എന്നാണ്. ഈ ഉരുൾപൊട്ടലിൽ ഒലിച്ചു വന്നവരുടെ മൃതദേഹങ്ങളാണ് എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. അങ്ങനെ
വലിയ ഒരു ദുരന്ത മുഖത്താണ് വയനാട് മുഴുവനായി ഉള്ളത്. വയനാട്ടിൽ ഈ വലിയ ദുരന്തം സംഭവിക്കുന്ന സാഹചര്യം എങ്ങനെയാണ് എന്നുള്ളതാണ്. അത് ഓരോ ദുരന്തമുണ്ടാവില്ല എന്ന് പ്രതീക്ഷിച്ചിരുന്ന മേഖലകളിൽ പോലും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇതിനകം 12 മൃതദേഹങ്ങൾ കണ്ടെടുത്തു എന്നാണ് ടി സിദ്ദിഖ് MLA സ്ഥിരീകരിച്ചിരിക്കുന്നത്. പക്ഷേ അത് 19 എന്നാണ് അനൗദ്യോഗികമായി ലഭിക്കുന്ന വിവരം. 19 മൃതദേഹങ്ങൾ 19 മരണം സംഭവിച്ചു എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മന്ത്രിമാർ അടക്കമുള്ളവർ ഇപ്പോൾ സ്ഥലത്തുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മുണ്ടക്കൈയിലെ ഉരുൾപൊട്ടലാണ്, മുണ്ടക്കൈ മേഖലയിലാണ് വലിയ നാശനഷ്ടം സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമാണ്. ഈ നേരത്തെ ഷബീർ പറഞ്ഞതുപോലെ കയറ് കെട്ടി ആളുകളെ വലിയ വടം കെട്ടി ഇപ്പുറത്തേക്ക് പുഴ കടത്തി കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് പുരോഗമിച്ചിരുന്നത്. പക്ഷേ അതൊക്കെ ഫലപ്രദമാകുന്നില്ല. കാരണം അത്രത്തോളം ശക്തമായ കുത്തൊഴുക്കാണ് പുഴയിൽ സംഭവിച്ചിട്ടുള്ളത്. അങ്ങനെ നമുക്ക് മനസ്സിലാകുന്നത് പോലെ എല്ലാ സാധ്യമായ എല്ലാ മാർഗങ്ങളും പരീക്ഷിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. സാധ്യമായ എല്ലാ മാർഗങ്ങളും ശ്രമിക്കുന്നു.